ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സെറ്റ് സാരി മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ടെമ്പിൾ വെഡ്ഡിംഗ് മേക്കപ്പ് ലുക്ക് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഓർണമെന്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ. അത് മാത്രമല്ല, ഇപ്പോൾ ഫുൾ ഉത്സവ സീസൺ ആണല്ലേ. അപ്പം നിങ്ങൾക്ക് ഉത്സവത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗെറ്റപ്പായിട്ട് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒട്ടും വൈകിക്കാണ് വീഡിയോയിലോട്ട് പോകാം. ഫേസ് ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് സ്കിൻ കെയർ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ ചെയ്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് ടോണർ എൻ്റെ ഫേവറേറ്റ് ടോണറാണ് കേട്ടോ. നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കണതാണ്. കാരണം മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഫോക്സ് ടെയിലിൻ്റെ ഡെയിലി ഹൈഡ്രേറ്റിംഗ് സെറം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഡ്രോപ്സ് ഫേസിലിട്ടിട്ട് നല്ല രീതിയിൽ അത് മസാജ് ചെയ്ത് ഫേസിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സെറം അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രേഷൻ, നേരത്തെ പറഞ്ഞത് ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്കിൻ നല്ല ടെക്സ്ചറാക്കി വെക്കണം. കാരണം നമ്മുടെ ബേസ് റെഡി ആയാലാണ് മേക്കപ്പ് റെഡി ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു സെറത്തിൽ ഹൈറലോണിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ട് കേട്ടോ. അത് കാരണം ഇത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കൊടുക്കും കേട്ടോ. ഈ നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കേക്കി ഫീലൊന്നും തരാതെ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യണത് ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മോയ്സ്ചറൈസർ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ ഹൈഡ്രേഷന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിന് നല്ല സ്കിൻ പ്രെപ്പ് കൊടുത്താലാണ് മേക്കപ്പ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അബ്സോർബ് ആയിട്ട് വേണം കേട്ടോ ബാക്കി നമ്മൾ മേക്കപ്പിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇത് 3-in-1 പ്രൈമറാണ്. ഇത് പ്രൈം ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും, മോയ്സ്ചറൈസറും കൂടി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രൈമറാണ്. ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഗൈസ്. അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യണതിൻ്റെ വീഡിയോ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത്. സോറി ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് കളർ കറക്ഷൻ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ 2 പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെയും ബ്ലെമിഷസിൻ്റെ അവിടെയും പിന്നെ അൺഈവൻ സ്കിൻ ടോണിൻ്റെ അവിടെയൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസിൽ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് ഡാർക്ക് സർക്കിൾസൊക്കെ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ വേറെ ഡാർക്കായിട്ടുള്ള കൺസീലർ ഷെയ്ഡ്സ് എടുത്തിട്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ നെറ്റിൻ്റെ മുകളിലായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഒരു അൺഈവൻ സ്കിൻ ടോണാണുള്ളത്. സോ എനിക്ക് എവിടെയൊക്കെയാണോ ഒരു ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റീൻ്റെ 2 സൈഡിലും, കവിളിൻ്റെ 2 സൈഡിലും, പിന്നെ ചുണ്ടിൻ്റെ 2 സൈഡിലും, താടിയിലും, മൂക്കിൻ്റെ 2 സൈഡിലൊക്കെ എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലായിടത്തും എനിക്ക് പല പല സ്കിൻ കളർ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ഫിനിഷിങ് വരണം നമുക്കിത് ചെയ്ത് വരുമ്പോഴേക്കും. ബ്രഷ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ ഒരു ക്ലീൻ ലുക്ക് വരും കേട്ടോ നമുക്ക്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. PACൻ്റെ HD ലിക്വിഡ് ഫൗണ്ടേഷൻ ഇൻ ദ ഷെയ്ഡ് 5.0 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഷെയ്ഡ് എനിക്ക് മാച്ച് അല്ലേന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഫേസിൽ കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചെടുത്തിട്ട് അതിനകത്ത് തന്നെ ഡാബ് ചെയ്ത് ആ പാറ്റിൽ തന്നെ ഡാബ് ചെയ്ത് എക്സസ് കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം കുറച്ച് മാത്രം ബ്രഷിൽ കൊണ്ടുവന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേശ്ശെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ കുറേ അപ്ലൈ ചെയ്താൽ നമുക്ക് പണിയാണ് ഭയങ്കരമായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കാനായിട്ട്. ഇതാവുമ്പോൾ നമുക്ക് കുറേശ്ശെ പാലറ്റിൽ നമുക്ക് എടുത്തിട്ട്
ബാക്കിയുള്ളത് അതിനകത്ത് തന്നെ ഡാബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എക്സസ് ഡാബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ നമ്മൾ നെക്കിലും ചെവീൻ്റെ അവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നമ്മുടെ കഴുത്തിൻ്റെ അവിടെ കളർ കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെയും കൂടി കളർ കറക്ഷൻ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കും വേറെ വേറെ കളറായി പോകും കേട്ടോ. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിൻ്റെ ഷേപ്പ് മൈ ബ്രോസ് എന്ന് പറഞ്ഞ പാലറ്റാണ് എടുക്കുന്നത്. ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആണ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആ ഒരു ഷേപ്പിൽ അങ്ങ് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാനത് ഷേപ്പ് ചെയ്ത് കൊടുക്കണേണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ എടുത്തിരുന്ന പാലറ്റില്ലേ, ആ പാലറ്റിൽ കുറച്ച് ഫൗണ്ടേഷൻ ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുവാണ് ഐബ്രോസ് ഒന്ന് ഷാർപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എൻ്റെ ഫേസിൽ ത്രെഡ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ടും ത്രെഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല പുരുകം നല്ല എടുത്ത് നിൽക്കും. കാരണം പുരുകമാണല്ലോ നമ്മുടെ ഫേസിൽ മെയിൻ ഒരു അട്രാക്ഷൻ. പുരുകം നന്നായാൽ ബാക്കി എല്ലാം ശരിയാവും. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 2 പുരുകം നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളത് എടുത്തിട്ട് പുരുകത്തിൻ്റെ താഴെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് കോണ്ടോർ ചെയ്യാനായിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഡുവോ 2-in-1 സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാച്ചുറൽ ഫേസ് സ്ട്രക്ചർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്നത്. നമ്മുടെ ചീക്ക് ബോൺസ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനും നോസ് ഒന്ന് സ്ലിം ആക്കാനും ജോ ലൈനൊക്കെ നല്ല ഷാർപ്പ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോറിങ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഫീച്ചേഴ്സ് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും കോണ്ടോർ ചെയ്യുമ്പോൾ. കോണ്ടോർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒരു ഷാഡോ എഫക്റ്റ് രീതിയിൽ വന്നോട്ടോ. നല്ല രീതിയിൽ നമ്മളത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ലൈൻസ് അതേപോലെ തന്നെ അവിടെ ഇരിക്കും. കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ എൻവൈബേൻ്റെ ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. 2 സൈഡിലും 2-3 ഡോട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ 2 ഫിംഗേഴ്സിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് എൻ്റെ ഫേസിന് അനുസരിച്ച് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്തപ്പോൾ അത്ര പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് ബിൽഡ് ചെയ്ത് എടുക്കുവാണ്. ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ആദ്യം കുറേശ്ശെ ഇട്ട് തുടങ്ങുക. പിന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ചീക്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നോസിലും ചിന്നിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു പിങ്കിഷ് റെഡിഷ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. നെക്സ്റ്റ് ഞാൻ ഫേസ് മൊത്തം സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ലൂസ് പൗഡർ വെച്ചിട്ട് ഞാനിവിടെ ലാക്മേൻ്റെ റോസ് പൗഡർ വിത്ത് സൺസ്ക്രീൻ 02 വാം പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വേറെ ബനാന പൗഡർ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്താൽ എനിക്ക് ഈ ഒരു പൗഡറാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. കണ്ണിൻ്റെ താഴെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൗഡർ കൂടുതൽ കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ വേർപ്പ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പൗഡർ വെച്ചിട്ട്. ഇന്നും ക്രീം ഫോർമുലയിലുള്ളതൊന്നും അപ്ലൈ ചെയ്യാനില്ല. ഇനി പൗഡർ വെച്ചിട്ടുള്ളതാണെങ്കിൽ എല്ലാം നമുക്കിനി ബ്ലഷ് ആണെങ്കിലും കോണ്ടോർ ആണെന്നുണ്ടെങ്കിലും ക്രീം ഇല്ല, പൗഡർ വെച്ചിട്ടാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പൗഡർ ഈ ലാക്മേയുടെ പൗഡർ വെച്ചിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അവിടെയും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നെക്കിൻ്റെ അവിടെയൊക്കെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതാണ്, അതുകൊണ്ടാണ്. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷുഗറിൻ്റെ പാലറ്റാണ് എടുക്കുന്നത്. അതിൽ ആ കോണ്ടോറിങ് പൗഡർ വെച്ചിട്ട് ഞാൻ ഫുൾ ഫേസിൽ നമ്മൾ എവിടെയാണോ കോണ്ടോർ ചെയ്തത് അവിടെ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോണ്ടോർ പൗഡർ വെച്ചിട്ട്. കാരണം നമ്മുടെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത ആ റോസ് പൗഡറില്ലേ അത് വെച്ചിട്ട് എങ്ങാനും ഇനി അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി, ഷാഡോനെസ് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കുന്നത്.
സെയിം പാലറ്റിലുള്ള പൗഡർ ബ്ലഷ് വെച്ചിട്ട് ഞാൻ ബ്ലഷ് ഏരിയയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പിങ്കിഷ് ഷെയ്ഡ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്നും കൂടി ഡിഫൈൻ ആയിട്ട് കിട്ടാനായിട്ട്. നെക്സ്റ്റ് ഐ ഷാഡോ ആണ്. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐ ഷാഡോ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ താഴെ വാട്ടർ ലൈനിൻ്റെ അവിടെയും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഒരു ഫിനിഷ്ഡ് ലുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു ലൈറ്റ് ഓറഞ്ചിഷ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഐലിഡ്സിൽ. ഇന്നർ കോർണറിൽ നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നെക്സ്റ്റ് ഞാൻ കുറച്ചൊരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു ബേസ് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കോപ്പറി ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സെറ്റ് സാരിക്ക് ആ ഒരു ഷിമറിനെസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പൊതുവെ ഏതൊരു ഐ മേക്കപ്പിൽ ഒരു ഷിമറി ഷെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് കുറച്ചും കൂടി ഷിമറി ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ കണ്ണുകൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷിമറി ഷെയ്ഡ് വെച്ചിട്ട് സെറ്റാകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷിമറിനെസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ ഐ ഷാഡോ അപ്ലൈ ചെയ്ത സെയിം ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ലാക്മേയുടെ ഒരു ഐലൈനർ വെച്ചിട്ട് ഞാൻ ഐലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഐലൈനർ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ, ഭയങ്കര തിക്കായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കൺമഷിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൺമഷിയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പേഴ്സണലി കൺമഷി അധികം യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ കണ്ണ് അപ്പോൾ ചെറുതായിട്ട് കാണും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത. നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിലും നമ്മൾ ഐലൈനറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഉണ്ടോ വേണ്ടത്. ഇതിനായിട്ട് ഞാൻ മേബലിൻ്റെ ഫോൾസീസ് ലാഷ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എടുക്കുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മസ്കാര ആണ്. ഇത് നല്ല രീതിയിൽ നമുക്ക് ലിഫ്റ്റിങ് തരും നമ്മുടെ ലാഷസിന്. ഐലാഷൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾസ് ലാഷസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കണ്ണിന് ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മസ്കാര വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ 2-3 കോട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുകളിലും താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തെ യൂസ് ചെയ്ത ഷുഗറിൻ്റെ സെയിം പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ആയിട്ട് നിൽക്കേണ്ട ഏരിയാസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഫാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നോസിൻ്റെ ബ്രിഡ്ജിലും ചീക്ക് ബോൺസിൻ്റെ അവിടെ ആയിട്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂപ്പിഡ് ബോ ഏരിയയിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രോ ബോണിൻ്റെ അവിടെ ഞാൻ ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐസിൻ്റെ ഇന്നർ കോർണേഴ്സിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് മാൾസിൻ്റെ ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിപ്പ് ലൈനർ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യണം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, കാരണം നമ്മുടെ ലിപ്സിന് നല്ലൊരു ഡെഫിനിഷൻ നല്ലോണം എടുത്ത് നിൽക്കും നമ്മുടെ ലിപ്സ്. നെക്സ്റ്റ് ഞാൻ ലിപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് മാൾസിൻ്റെ ഒരു ലിപ് ഗ്ലോസ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് മാൾസിൻ്റെ സിനി മാജിക് എന്ന് പറഞ്ഞ റേഞ്ചിലുള്ള റാണി എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ബെയർ സ്കിൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സിൽ കംപ്ലീറ്റ്ലി അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഏകദേശം കഴിയാറായിട്ടാണ് ഞാൻ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ബ്ലാക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ റെഡ് ഒരു മെറൂണിഷ് ആയിട്ടുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിംഗ് സ്പ്രേ. അത് എൻവൈബയുടെ ഒരു ഡ്യൂയി ഫിനിഷ് ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സും സാരിയും ഹെയർ സ്റ്റൈലും കൂടി ചെയ്യണം. ഹെയർ സ്റ്റൈലും വലുതായിട്ട് ചെയ്യുന്നില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കണ്ടാലോ.
ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്രാൻഡി ഹാറിങ്ടൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലിപ് ഗ്ലോസിൻ്റെ മുകളിൽ. ഈ ഒരു ലിപ് ഷെയ്ഡ് ഇട്ടപ്പോഴാണ് എല്ലാം കൂടി മാച്ച് ആയതായിട്ട് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ഒരു കയ്യിലെ വളയൊക്കെ ഇട്ടിട്ടുള്ളൂ. അത് എൻ്റെ പോലും അല്ല, അമ്മേൻ്റെ ആണ്. ഇതെല്ലാം ഓർണമെൻറ്റ്സ് ഒക്കെ അമ്മേൻ്റെ ആണ് കേട്ടോ, എൻ്റെ അല്ല. ഞാനിട്ടിരിക്കുന്ന മാലയും കമ്മലും ഒരു സെറ്റാണ് കേട്ടോ. അത് ഞാൻ സിദ്ധാ സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. വളയും അതെ, ആ 2 വലിയ ഗോൾഡൻ വളയില്ലേ, അതും ആ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. കുപ്പിവള തമിഴ്നാട് അവിടെ നിന്നാണ് വാങ്ങിച്ചതാണ് കേട്ടോ അമ്മ. മുല്ലപ്പൂ ഞാൻ വെച്ചില്ല. മുല്ലപ്പൂവും കൂടി വെക്കുമായിരുന്നെങ്കിൽ നല്ലൊരു കംപ്ലീറ്റ് ലുക്കായാനെ. പക്ഷെ എൻ്റെ മുല്ലപ്പൂ ഉണ്ടായില്ല വെക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും കൂടി എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഞാനപ്പോൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. റീൽസും ഫോട്ടോസൊക്കെ കൂടുതലായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഇടാറുള്ളത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നോക്കിയേക്കാം കേട്ടോ എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ചാച്ച ബൈ ബൈ.